ഹായ് ഹലോ, നമുക്കിന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടത് നാരങ്ങ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ഇഞ്ചിയാണ്. ഇനി വെളുത്തുള്ളി നമുക്ക് വേണ്ട. ഞാൻ 4 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി അല്ലികളെല്ലാം എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നാരങ്ങയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങയെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. കണ്ടോ, എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിടുന്നത് വെള്ള അച്ചാറാണ്. ഇതിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല. ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ നന്നായി ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഉലുവ ഇടാവൂ. നല്ല ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കടുക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകും ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. വറ്റൽമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കാം. പച്ചമുളക് ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കായം വേണം. കായം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കായപ്പൊടിയാണെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതിയാവും.
നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇനി കുക്ക് ചെയ്യണ്ട. കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലെ ഡിഷായിട്ട് പിന്നെയും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.